ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്തെന്ന് വെച്ചാൽ പലരും ചോദിച്ചിരുന്നു, താങ്കൾ ഇട്ട വീഡിയോസിൽ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ വീഡിയോസ് ഇടാം, എങ്ങനെയാണ് അതിന്റെ ലിങ്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അതായത് കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം എന്നുള്ളത് ഒന്ന്, കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് മറ്റൊന്ന്. ഓക്കെ, അപ്പൊ ഇത് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കുക എന്നുള്ളതാണ്. വീഡിയോസ് വ്യക്തമായിട്ട് കാണുകയും ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഞാൻ രണ്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും കയറാതിരിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ പുതിയ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റർ ഇടുക, പോസ്റ്ററിന്റെ കൂടെ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ലൈവോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ മെയിൻ വീഡിയോസോ ഇടുന്ന പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ടാബിനും ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ അതും വർക്കാവുള്ളൂ. പഴയൊരു വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോസ് ഇടുന്ന അതിന്റെ ഒരു പകുതി എഫക്റ്റ് എങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. കാരണം മറ്റുള്ളവർക്ക് അതൊരു പുതിയ വീഡിയോസ് ആയി, ഒരു പുതിയ പോസ്റ്റർ ആയിട്ടാണ് പോവാറുള്ളത്. അപ്പൊ അത് എങ്ങനെ ഇടുക, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കല്, ഏതാണ് അതിന്റെ സൈസ് എന്നുള്ളതൊക്കെ പലർക്കും പല ഡൗട്ടാണ്. ഇന്ന് തന്നെ കുറച്ച് കൂടുതൽ ആൾക്കാർ പേര് ആ ഒരു വീഡിയോസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇത്. നിങ്ങൾ ഈ ഒരു വീഡിയോസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ സൈസ് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ തമ്പനെയിൽ മേക്കർ എന്ന് പറയുന്ന ആപ്പ് തന്നെയാണ്. ആ ആപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1080, അതായത് 1080 ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ സൈസ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പോസ്റ്ററിന്റെ സെയിം സൈസ് ആണ് ഇത്. പലരും ഈ ഒരു ആപ്പിലെയും മറ്റു ആപ്പിലെയും ഒക്കെ ഈ അവര് കവർ പോസ്റ്റിന്റെയും മറ്റേതിന്റെയും മറിച്ചതിന്റെയും ഒക്കെ സൈസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പകുതി ഭാഗം കാണാനുണ്ടാകില്ല, പകുതി എഴുത്തുണ്ടാവും, പകുതി ആളുണ്ടാവില്ല, ചിലപ്പോൾ പകുതി ആളുണ്ടാകും, ആള് ഫുള്ളുണ്ടാവും, പകുതി എഴുത്തുണ്ടാവില്ല. അത്തരത്തിലായിരിക്കും. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, 1080, 1080 എന്നുള്ള സൈസ് നിങ്ങൾ എടുക്കുക. ഇനി മറക്കാതിരിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിന്റെ സെയിം സൈസ് തന്നെ ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കറക്റ്റ് ഫിറ്റിംഗ്സ് ആയിരിക്കും ആ സൈസ് എന്ന് പറയുന്നത്. ആ ഒരു ഫിറ്റിംഗ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയ്ക്ക് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇതിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ഉപയോഗപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ തമ്പനെയിൽ മേക്കർ എന്ന ഒരു ആപ്പ് എടുക്കുക, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇതുപോലെ ആയിരിക്കും. ഇതിട്ട് ഏറ്റവും അടിയിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിൽക്കുക. അവിടെ നോക്കിയാൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ സൈസുകൾ വരും. ഇതിൽ സൈസ് ഫോർ ഇൻസ്റ്റ എന്ന് പറയുന്ന 1080 എന്നുള്ളത് എടുക്കുക. യൂട്യൂബിൻ്റെ സൈസുകളൊക്കെ അവിടെ ഉണ്ട്, അത് എടുക്കരുത്, ഇത് തന്നെ എടുക്കുക കേട്ടോ. 1080 എന്നുള്ളത് എടുക്കുക. ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നോക്കി, ഓക്കെ, ഒരു ബ്ലൂ കളർ ഞാൻ എടുത്തു. ഓക്കെ, ഇനി ആ ബ്ലൂ കളർ അത് അവിടെ ഓക്കെ അടിക്കുകയാണ്. ആ ഒരു ടിക്ക് മാർക്ക് കാണുന്നില്ലേ, അവിടെ ഞെക്കിയാൽ അത് ഓക്കെ ആയി. ഓക്കെ, അതവിടെ ഞെക്കി ഞാൻ നേരെ ഗാലറിയിലേക്ക് പോവുകയാണ്. ഗാലറിയിൽ പോയതിന് ശേഷം എൻ്റെ ഒരു ഫോട്ടോസ് എടുക്കാനാണ് പോയിട്ടുള്ളത്. അവിടെ നിന്നും ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആ ഫോട്ടോ കറക്റ്റായിട്ട് അടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അവിടെ വെച്ചതിന് ശേഷം എൻ്റെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ എഴുതണം. അപ്പം ഞാനൊരു ക്യാപ്ഷൻ എഴുതാണ് 2025 എന്ന് ആദ്യം എഴുതി. എന്നിട്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻമാസ്റ്റർ ആപ്പ് ഫ്രീ എന്ന് എഴുതിയിട്ട് ഞാനവിടെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് കറക്റ്റായിട്ട് അതിൻ്റെ ആപ്പിൽ കറക്റ്റായിട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് മുകളിൽ അങ്ങനെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനൊരു കളർ കൊടുക്കണം. അപ്പം ഞാൻ നേരെ അടിയിൽ വന്ന് കളർ എന്നുള്ള ഒരു ബട്ടണിൽ അമർത്തിയതിന് ശേഷം അതിൻ്റെ കളർ മാറ്റി നല്ല പിങ്ക് കളർ കൊടുത്തു. അപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളൊരു കളർ തന്നെയാണ്, അപ്പോൾ മാച്ചിങ് കളർ തന്നെയാണ്. ആ കളർ കൊടുത്തു. ഇപ്പോൾ ഇത് കാണുന്നില്ല, അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ഔട്ട്ലൈൻ എന്നുള്ളത് ഞാൻ വീണ്ടും അവിടെ ഔട്ട്ലൈൻ എന്നുള്ള ഒരു ബട്ടൺ അമർത്തിയിട്ടതിന് ശേഷം അതിനൊരു ഔട്ട്ലൈൻ, വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ ഞാനൊരു ഔട്ട്ലൈൻ എടുത്തെടുത്ത് വൈറ്റ് ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ അത് കണ്ടില്ലേ, ഒന്ന് കറക്റ്റായിട്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻമാസ്റ്റർ ഫ്രീ എന്നെഴുതി. ഇനി അതിൻ്റെ അടിയിൽ വേറെ ഒരു ക്യാപ്ഷനും കൂടെ എഴുതാൻ പോവുകയാണ്. അങ്ങനെ അതും ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇതിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം, അത് വേണ്ട. ഇനി വളരെ എളുപ്പത്തിൽ എഡിറ്റിംഗ് പഠിക്കാം
എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതും കറക്റ്റായിട്ട് അവിടെ നല്ല ലെവലിൽ വെച്ചു. അതിനും ഞാനൊരു വൈറ്റ് ഔട്ട്ലൈൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു പോസ്റ്റർ റെഡി. ഈ റെഡിയായ പോസ്റ്റർ ഞാൻ നേരെ മുകളിലുള്ള ആ ഇതിൽ നെക്കിക്കഴിഞ്ഞാൽ നേരെ സേവായി. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു പോസ്റ്റർ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നേരെ എൻ്റെ ചാനലിലേക്ക് പോകുന്നു. എൻ്റെ ചാനലിൽ പോയതിന് ശേഷം ഏത് വീഡിയോസിൻ്റെ ലിങ്ക് ആണോ വേണ്ടത്, ഒരു വീഡിയോസ് ഞാൻ എടുത്തു. ആ വീഡിയോസ് എടുത്തതിന് ശേഷം അവിടെ ഷെയർ ബട്ടൺ എന്ന് കാണുന്നില്ലേ, ആ ഷെയർ ബട്ടണിൽ ഞെക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ കോപ്പി ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. അവിടെ കോപ്പി ലിങ്ക് എന്ന് അടിച്ചാൽ ഓൾറെഡി പേസ്റ്റ് ആയി കാണും. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും പുറകിലേക്ക് വന്നു. ഇനിയാണ് നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നേരെ പ്ലസ് ബട്ടൺ അമർത്തുന്നു. അവിടെ 4 ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അവിടെ 4 ഓപ്ഷൻ കാണാനാവും നിങ്ങൾക്ക്. വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് എന്നുണ്ട്. പോസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ഞെക്കിക്കഴിഞ്ഞ് നേരെ നമ്മുടെ പോസ്റ്റർ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഞെക്കുക. അപ്പോൾ നേരെ ഇതേപോലെ വന്ന് കിടക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈറ്റ് മെസ്സേജ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ നിങ്ങളൊരു ക്യാപ്ഷൻ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പേസ്റ്റ് ചെയ്യേണ്ട ഇതില്ലേ, അത് ഓരോന്നായിട്ട് ഒരു 4 പ്രാവശ്യമോ 3 പ്രാവശ്യമോ അവിടെ നിങ്ങളുടെ ലിങ്കുകൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓൾറെഡി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച ലിങ്കുകൾ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി എഡിറ്റിംഗ് പഠിക്കാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്, അല്ലാതെ മുകളിൽ ഒരുപാട് ലൈൻ എഴുതി വെക്കരുത്. അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന പോസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഓൾറെഡി പോസ്റ്റ് ആയി. ഇനി ഇത് എങ്ങനെയാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ പോയിട്ട് നേരെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഞാൻ എൻ്റെ ചാനലിലേക്ക് പോവുകയാണ്. എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് പോയി ഐക്കണ്ട അവിടെ ഞെക്കി ഇതേ കാണുന്ന ഓരോന്നായിട്ട് ചാനലിൽ ഞെക്കിയപ്പോൾ നമ്മുടെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോസ്, ഷോർട്സ്, കമ്മ്യൂണിറ്റി എന്നുള്ളത്. ആ കമ്മ്യൂണിറ്റിയുടെ അവിടെ ഞാൻ ജസ്റ്റ് ഞെക്കിയപ്പോൾ അവിടെ കിടക്കുന്നു നമ്മൾ ഇട്ട പോസ്റ്റ് കറക്റ്റായിട്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല, ഞാനത് ഒരുപാട് ലൈൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ലൈനേ മുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മുകളിൽ ഒരു ലൈനും അടിയിൽ ലിങ്കും ഫോട്ടോവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ മറ്റൊരു പോസ്റ്റർ ഇതിന് മുന്നേ ഇട്ടിരുന്ന ഒരു പോസ്റ്ററാണ് ഈ കാണുന്നത്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അപ്പൊ വീഡിയോസ് ഞാൻ കാണിച്ചു തന്നു. നമ്മുടെ വീഡിയോസിന്റെ അവിടെ ഷെയർ ബട്ടൺ എന്നുള്ള ബട്ടന്റെ അവിടെ ജസ്റ്റ് ഞെക്കിയതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഏത് വീഡിയോസ് ആണോ അവിടെ പോയി ഷെയർ ബട്ടൺ ഞെക്കിയാൽ അതിന്റെ ആ വീഡിയോസിന്റെ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് മുകളിൽ ഒരൊറ്റ ലൈന് മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ നല്ലൊരു വലിയ ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിലിട്ട ലിങ്ക് ജനങ്ങൾക്ക് കാണാൻ പറ്റാതാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മേലൊരൊറ്റ ലൈൻ. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വാക്ക് കണ്ടില്ലേ, ചെറിയൊരു വാക്ക് മാത്രം. അപ്പൊ എനിക്ക് അവിടെ ലിങ്കും കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഒരു വാക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ ലിങ്കിന്റെ അവിടെ ഞെക്കിയാൽ നേരെ വീഡിയോസിലേക്ക് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മറക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരൊറ്റ വേർഡ് മാത്രമേ അടിയിൽ കൊടുക്കാവൂ. എന്നിട്ട് ലിങ്കുകൾ 2 or 3 ലിങ്കുകൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം ആ ഒരൊറ്റ സിംഗിൾ ലിങ്കിൽ ഇങ്ങനെ വിരൽ കൊണ്ട് പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ 2-3 ലെയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ എവിടെയെങ്കിലും നെക്കിയാൽ പോലും നേരെ വീഡിയോസിലേക്ക് പോകും. അതിന്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മാറ്ററുകളൊക്കെ എഴുതാം. ഇതൊരു വീഡിയോസ് ആണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ലിങ്കിൽ നെക്കി നേരെ വീഡിയോസിലേക്ക് പോകൂ എന്നൊക്കെ മാറ്റർ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ലൈൻ മാത്രം ഉപയോഗിച്ച് അതിന്റെ അടിയിൽ നിങ്ങൾ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ ലിങ്കും പ്ലസ് ആ വേർഡും പോസ്റ്ററും എല്ലാം ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്താ പറയാ, അപ്പൊ നന്നായിട്ടൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓടി ചെന്നിട്ട് ആ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒരിക്കലും എഡിറ്റ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ അതിൽ നല്ല ഹാഷ്ടാഗ് ചേർക്കാമായിരുന്നു, നല്ല തമ്പനയിൽ ചേർക്കാമായിരുന്നു, പലതും ചെയ്യാനുണ്ടാവും അതിൽ നിങ്ങൾക്ക്. പക്ഷെ ആ വീഡിയോസ് നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഓടിച്ചെന്ന് ഒരിക്കലും നിങ്ങൾ അത് എഡിറ്റ് ചെയ്യാനോ അതിന്റെ തമ്പനയിൽ മാറ്റാനോ നിൽക്കരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഉടനടി അതിന്റെ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അൽഗോരിതത്തിൽ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാഫിക്കിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കുകയും ചിലപ്പം വിചാരിച്ച പോലെ മുന്നോട്ട് പോകാതിരിക്കാൻ
എടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് ഓക്കെ ഇനി കുറച്ചും കൂടെ നല്ലൊരു തമ്പനയിൽ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ ഒരു തമ്പനയിൽ പോലെ, അല്ലെങ്കിൽ അതിനൊരു നല്ലൊരു പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കി നല്ല നിങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് നിങ്ങൾക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കി ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ വിടുന്നത് കൊണ്ട് നിങ്ങൾ ഉപകാരം എന്ന് വെച്ചാൽ ആ വീഡിയോസ് വീണ്ടും ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ വീഡിയോസ് ഇടാം, എങ്ങനെ നമുക്കത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ വ്യക്തമായി അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമാകുന്ന, പ്രത്യേകിച്ച് ന്യൂ യൂട്യൂബേഴ്സിന് ഉപകാരപ്രദമാകുന്ന പുതിയ വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരയ്ക്കും ബായ്.